പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചൂര മീൻ കൊണ്ടുള്ള ഒരു നാടൻ മീൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോയാലോ. അതിലേക്ക് വേണ്ടി ഒരു ചൂര മീൻ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. മീനെല്ലാം വെട്ടി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി എടുത്തിട്ടുണ്ട്, വലിയ നെല്ലിക്കയുടെ അത്ര. 2 ചെറിയ കഷ്ണം ഉള്ളി, ഒരു മീഡിയം സൈസ് തക്കാളി, പിന്നെ ഒരു കൊത്ത് കറിവേപ്പില. ഇതെല്ലാം കൂടെ ഒന്ന് നല്ല മഷി പോലെ അരയാൻ പാടില്ല, കുറച്ച് ചെറിയ തരിയായിട്ട് അരച്ചിട്ട് വരാം. പുളി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ കുത്തിയ പുളിയാണ്. അതുകൊണ്ട് കല്ല മണ്ണ ഒന്നുമില്ല, തോട കുരുവ ഒന്നുമില്ല. അതുകൊണ്ട് ഇതിലോട്ട് അരയ്ക്കാൻ പോവുകയാണ്. തേങ്ങയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരിയായിട്ട് ഇത്രയും മതിയാവും. അതുപോലെ കറിവേപ്പില നമ്മൾ തേങ്ങ എല്ലാം അരഞ്ഞതിന് ശേഷം ഒരു ലൈറ്റായിട്ട് ഒരടി അടിച്ചെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ കറിവേപ്പില അരഞ്ഞു പോകും. നമുക്കതിന് മാറ്റി വയ്ക്കാം. ഈ മീൻ കറി ഇന്ന് വിറകടുപ്പിലാണ് വയ്ക്കാൻ പോകുന്നത്. നാടൻ രീതിയിലുള്ള മീൻ കറിയാണ്. അപ്പോൾ അടുപ്പെല്ലാം കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം, മൺചട്ടി. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച്. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. അതിലോട്ട് തീ കുറച്ച് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഒരു തക്കാളിയും 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, വലിയ പച്ചമുളകാണ്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഉലുവപ്പൊടി. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇല്ലേ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറ് കഴിയ വെള്ളമില്ല, അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി തിളയ്ക്കാൻ വേണ്ടി മൂടി വയ്ക്കാം. ഉപ്പ് പിന്നീട് ഇട്ട് കൊടുക്കാം കേട്ടോ, മീനിടുമ്പോഴേക്കും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള മസാലയെല്ലാം തിളച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി മീനിട്ട് കൊടുക്കാം. ഇതേപോലത്തെ പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവ് കുറവാണ് ഈ പച്ചമുളകിന്. ഇനി ഇതുവരെയും ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം. മീനൊന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം, എല്ലായിടം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് റെഡിയായി നോക്കാം.
റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇത് തണുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിരിക്കും.